JBL ഫ്ലിപ്പ് 7 എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ എടുക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ എൻ്റെ ഇരിക്കുന്നത്. ഇതിലെ ഓരോ സംഭവവും ഫ്ലിപ്പ് 7നെക്കാളും അടിപൊളിയാണത്, ഞാൻ ഗ്യാരണ്ടി പറയാം. ഫ്ലിപ്പ് 7 വന്നിട്ട് നിങ്ങൾക്ക് 13,000 രൂപയ്ക്കായിരിക്കും വാങ്ങിക്കേണ്ടത്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 6,000 രൂപയുള്ളൂ കേട്ടോ. ഇതിനകത്ത് കൂടുതലായിട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും മികച്ച സൗണ്ട് ക്വാളിറ്റി ഞാൻ ഗ്യാരണ്ടി പറയും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും സൗണ്ടും ഉണ്ട് കേട്ടോ. ഇത് ഫ്ലിപ്പ് 7ൽ നമുക്ക് കിട്ടുന്ന 25 വാട്ട്സാണ്, ഇതിനകത്ത് കിട്ടുന്നത് 35 വാട്ട്സാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ബാറ്ററി ലൈഫും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഫ്ലിപ്പ് 7ൽ 15 മണിക്കൂർ ബാറ്ററി ലൈഫ് പറയുന്ന സമയത്ത് ഇതിനകത്ത് നിങ്ങൾക്ക് 24 മണിക്കൂർ പ്ലേ ബാക്ക് കിട്ടും. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു അടിപൊളി സൗണ്ട് ക്വാളിറ്റിയാണ്. മസ്റ്റായിട്ട് എടുക്കേണ്ട സാധനമാണ് കേട്ടോ. സൗണ്ട് ലവർ, സ്പീക്കർ ലവറൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളുടെ ബാഗിൽ വേണ്ട ഒരു സാധനമാണ്. ഗ്യാരൻറ്റീഡ് ആയിട്ട് എടുക്കാം, ഒരു പ്രശ്നമില്ല, അടിപൊളിയായിട്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഒരു റഗഡ് ബോഡിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്ലിപ്പ് 7ൻ്റെ ഒക്കെ ഒരു ഇൻഹാൻഡ് ഫീലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇവിടെയായിട്ട് 3 കൺട്രോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. IPX7 വാട്ടർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവമൊക്കെ ഫുള്ളി സീൽഡ് ആണ്. ഇവിടെയായിട്ട് നമുക്ക് കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ അല്ലാതെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ ഇൻഫിനിറ്റി കണക്ഷൻ ഓപ്ഷൻ ഉണ്ട്, അതായത് നമുക്ക് 2 എണ്ണം ഒരുപോലെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ലുക്സ് വൈസും ക്വാളിറ്റി വൈസും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 24 മണിക്കൂറോളം പ്ലേ ബാക്ക് കിട്ടും കേട്ടോ. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡേ നിങ്ങൾക്ക് ഇതിനകത്ത് കേൾക്കാൻ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ആണ്, കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് പറ്റിയ സ്പീക്കറാണ്.